ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2024 ഡിസംബർ 22 ഞായറാഴ്ച മുതൽ 28 ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ സമ്പൂർണ്ണ വാരഫലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. ഈ വാരം സൂര്യൻ ധനുരാശിയിൽ മൂലം ഞാറ്റുവേലയിലും ചന്ദ്രൻ കൃഷ്ണപക്ഷ സപ്തമി മുതൽ ത്രയോദശി വരെ ഉത്രം മുതൽ അനിഴം വരെയുള്ള നാളുകളിലും സഞ്ചരിക്കുന്നു. വ്യാഴം ഇടവൻ രാശിയിൽ വക്രഗതിയിൽ രോഹിണിയിലും ചൊവ്വ കർക്കിടകത്തിൽ പൂയത്തിലും കേതു കന്നിയിൽ ഉത്രം നക്ഷത്രത്തിലും ബുധൻ വൃശ്ചികൻ രാശിയിൽ തൃക്കേട്ട നക്ഷത്രത്തിലും ശുക്രൻ മകരൻ രാശിയിൽ തിരുവോണം അവിട്ടം നക്ഷത്രങ്ങളിലും ശനി കുംഭൻ രാശിയിൽ ചതയം പൂരൂരുട്ടാതി നക്ഷത്രങ്ങളിലും രാഹു മീനത്തിൽ ഉത്രട്ടാതിയിലും സഞ്ചരിക്കുന്നു. ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു. ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എതിർപ്പുകളെ അവഗണിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കഴിയും. അവസരോചിതമായി പ്രതികരിക്കും. ബുദ്ധി ആത്മരക്ഷയ്ക്ക് സഹായകമാകും. ഊർജ്ജസ്വലത മറ്റുള്ളവരാൽ പ്രശംസിക്കപ്പെടും. സ്വന്തം തീരുമാനങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കുവാൻ സാധിക്കും. സാമ്പത്തികമായി വലിയ മെച്ചം പറയാനാകില്ല. എങ്കിലും സാധാരണ കാര്യങ്ങൾക്ക് ഭംഗം സംഭവിക്കില്ല. ചെലവ് അധികരിച്ചേക്കും. ഇടയ്ക്കിടെ മനസ്സമാധാനം കുറയുന്നതായി തോന്നും. പാരമ്പര്യത്തിൻ്റെ കരുത്തുകളിൽ ഊറ്റം കൊള്ളും. പുതിയ സാഹചര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ശോഭിക്കാൻ സാധിക്കുന്നതാണ്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തടസ്സങ്ങളിൽ പതറാതെ മുന്നോട്ട് പോകുവാൻ കഴിയും. ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ഉദ്യോഗസ്ഥർക്ക് ചില പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതായി വന്നേക്കാം. അവ ഭംഗിയായി നിർവഹിക്കുന്നതിന് സാധിക്കും. സഹപ്രവർത്തകരുടെ സഹകരണം നിർലോഭം ലഭിക്കും. വാഗ്ദാനങ്ങൾ പാലിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകും. ശുഭവാർത്തകൾ തേടിയെത്തും. ഭാഗ്യ പരീക്ഷണങ്ങളിൽ സമ്മാനിതരാകും. അവധിക്കാലം ഭംഗിയായി ആഘോഷിക്കാൻ സാഹചര്യം ഒരുങ്ങും. ബിസിനസ് ചർച്ചകളിൽ വിജയം പ്രതീക്ഷിക്കാം. പുതിയ സംരംഭങ്ങളെക്കുറിച്ച് ആലോചന തുടങ്ങും. ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടും. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നീതിയുക്തമായിട്ട് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ്. പ്രവർത്തന മേഖലയിൽ കൃത്യനിഷ്ഠയും മികവും പുലർത്തുവാൻ കഴിയും. ഉദ്യോഗസ്ഥർ അഭിനന്ദിക്കപ്പെടും. സംഘടനകളിൽ പദവി ലഭിക്കും. മുൻപുണ്ടായിരുന്നവരുടെ പാത പിന്തുടരും. ദൈവിക കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തും. സ്വയം തൊഴിൽ മേഖല ലാഭകരമായേക്കില്ല. പഴയ കടബാധ്യതകൾ ശല്യമായി തീരും. മേടക്കൂറുകാർക്ക് ചില മാനസിക ക്ലേശങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ഇടവക്കൂറുകാർക്ക് സഹോദരങ്ങളുടെ പിന്തുണ ലഭിക്കും. സുഹൃത്ത് ബന്ധങ്ങളിൽ ഒരു കരുതൽ വേണ്ട സമയമാണ്. ഗ്രഹത്തിൽ സ്വസ്ഥതയുണ്ടാകും. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മരാശിയിൽ രോഹിണിയിൽ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ ധനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ആദിത്യൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുകയാൽ മനക്ലേശവും ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടിയേക്കാം. ഏറ്റെടുത്ത ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ കൂടുതൽ അധ്വാനിക്കേണ്ടി വരും. കുടുംബ സംഗമത്തിന് മുൻകൈയെടുക്കും. ഉദ്യോഗസ്ഥർക്ക് പ്രതീക്ഷിച്ച സ്ഥലം മാറ്റ ഉത്തരവ് വൈകുന്നതിൽ അസ്വസ്ഥതയുണ്ടാകും. വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ നന്നായി വിഷമിച്ചേക്കും. കലാ സാഹിത്യ രംഗത്തുള്ളവർക്ക് അവസരം അനുകൂലമാണ്. പ്രണയികൾക്ക് അനുകൂല സന്ദർഭമല്ല. വീട്ടുകാരുടെ എതിർപ്പ് പ്രകടമായേക്കും. കലാപ്രവർത്തനങ്ങളിൽ ആശ്വാസം കണ്ടെത്തും. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിഞ്ഞേക്കില്ല. കുടുംബാംഗങ്ങളുടെ സഹകരണം ലഭിക്കാത്തത് മനോവിഷമത്തിന് കാരണമായേക്കും. പ്രതീക്ഷിച്ച കരാർ പണികൾ ലഭിക്കുന്നതാണ്. ഔദ്യോഗികമായി ചുമതലകൾ വർദ്ധിക്കുകയും ജോലിഭാരം കൂടുകയും ചെയ്യും. ബന്ധുക്കളുടെ കലഹത്തിൽ മധ്യസ്ഥം വഹിക്കും. എന്നാൽ അതിൽ പക്ഷം പിടിച്ചെന്ന് ആരോപിക്കപ്പെടും.
നവസംരംഭങ്ങൾക്കായി യാത്രകൾ വേണ്ടിവരും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പ്രവർത്തന രംഗത്ത് ഉന്മേഷക്കുറവ് അനുഭവപ്പെടും. ആഴ്ച പകുതി കഴിയുന്നതോടെ കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ നല്ല തീരുമാനമാകും. പ്രണയികൾക്ക് ആഹ്ലാദിക്കാൻ കഴിയും. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തന രംഗത്ത് മികവുണ്ടാവും. സഹപ്രവർത്തകരുടെ പിന്തുണ വേണ്ടത്ര ലഭിച്ചേക്കില്ല. സ്വയം തൊഴിൽ മേഖലയിൽ വലിയ ലാഭം ഉണ്ടാകാനിടയില്ലെങ്കിലും നഷ്ടം സംഭവിക്കില്ല. കൂട്ടു ബിസിനസ്സിൽ അതൃപ്തി തോന്നും. ഓൺലൈൻ ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. കുട്ടികൾക്കൊപ്പം അവധിക്കാല യാത്രകൾ നടത്തുന്നതിന് അവസരമൊരുങ്ങും. വ്യവഹാരത്തിന് സാധ്യതയുള്ളതിനാൽ ഒരു കരുതൽ വേണം. കുടുംബ സാഹചര്യങ്ങൾ സമ്മിശ്രമായിരിക്കും. വിദേശത്ത് കഴിയുന്നവർക്ക് നാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെക്കേണ്ടതായി വരുന്നതാണ്. വയോജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് ശോഭിക്കുവാൻ കഴിയുന്നതാണ്. അധിക ജോലി ചെയ്യേണ്ടതായി വരുന്ന വാരമായിരിക്കും. ഒപ്പമുള്ളവരുടെ വിശ്വാസം ആർജിക്കുവാൻ കഴിയും. മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കും. അപരിചിതരുടെ വാക്കുകൾ മുഖവലിക്കെടുക്കുന്ന സ്വഭാവം ദോഷകരമായി തീരും. ചെറു യാത്രകൾ കൂടുതലായി ഉണ്ടാകും. പണമിടപാടുകളിൽ സൂക്ഷ്മത വേണം. കുടുംബക്ഷേത്രത്തിലെ ഉത്സവ നടത്തിപ്പിന് നേതൃത്വം വഹിക്കും. പൊതുവെ ഒരു ചാരിതാർത്ഥ്യം അനുഭവപ്പെടും. കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാൻ സാധിച്ചെന്നു വരില്ല. ചൊവ്വ 2-ാം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വാക്കുകൾക്ക് തീക്ഷ്ണത കൂടും. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തിക രംഗം മോശമാകില്ല. പലതരം പ്രോത്സാഹനങ്ങളും വന്നുചേരും. പക്ഷേ ഒരു ശരിയായ തീരുമാനമെടുക്കുവാൻ വിഷമിക്കും. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകും. രാഷ്ട്രീയ ബന്ധങ്ങൾ കൊണ്ട് പ്രയോജനം ഉണ്ടാകും. ബിസിനസ്സുകാർക്ക് വ്യാപാര രംഗം ഗുണകരമാകുന്നതാണ്. ജന്മനക്ഷത്രത്തിൽ കുജൻ അമിതക്ഷോഭം വരുത്തും. വാക്കുകളിൽ നിയന്ത്രണവും കരുതലും വേണം. പ്രമാണങ്ങളിലും കരാറുകളിലും ഏർപ്പെടുമ്പോൾ ശ്രദ്ധ വേണം. ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടം പ്രതീക്ഷിക്കാം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങളിലും അമിതമായ ആവേശം കാണിക്കും. കണ്ടതിനും കേട്ടതിനും ആധികാരികമായി അഭിപ്രായം പറയും. മുഖം നോക്കാതെ പ്രതികരിക്കുന്നത് ശത്രുക്കളെ സൃഷ്ടിക്കുന്നതാണ്. പല കാര്യങ്ങളിലും ബന്ധുക്കളുടെ അഭിപ്രായത്തോട് വിയോജിക്കും. അതുമൂലം ചില അസ്വാരസ്യങ്ങൾ ഉയർന്നു വരാനിടയുണ്ട്. സാമ്പത്തിക രംഗം മോശമാകില്ല. ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടമുണ്ടാകും. പണയവസ്തു തിരിച്ചെടുക്കുവാൻ സാധിക്കും. വാതകഫജന്യ രോഗങ്ങൾ ഉപദ്രവിച്ചേക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രതയും പരീക്ഷകളിൽ തൃപ്തിയും ഉണ്ടാകും. കലാമത്സരങ്ങൾക്ക് തീവ്ര പരിശീലനം വേണ്ടിവരും. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അപ്രതീക്ഷിതമായി ധനം വന്നുചേരും. സ്ഥാനമാനങ്ങളും പാരിതോഷികങ്ങളും ലഭിക്കും. ബന്ധുസമാഗമം പ്രതീക്ഷിക്കാം. ആഴ്ച 2-ാം പകുതി മനസ്സിന് സ്വസ്ഥത കുറഞ്ഞേക്കാം. കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ നേരിടും. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ വിരോധം നേരിടേണ്ടി വരും. അലച്ചിലിനും സാധ്യതയുണ്ട്. കരുതി വെച്ച ധനം മറ്റ് കാര്യങ്ങൾക്കായി ചെലവഴിക്കേണ്ടി വരും. ആഴ്ച അവസാന ദിവസങ്ങളിൽ സാമാന്യം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. മംഗളകർമ്മങ്ങളിലും വിരുന്നുകളിലും പങ്കെടുക്കും. തൊഴിൽപരമായി സ്വസ്ഥത പ്രതീക്ഷിക്കാം. കുടുംബജീവിതത്തിലും സ്വസ്ഥത അനുഭവപ്പെടും. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ശുക്രൻ ബന്ധുഗ്രഹവും ശനിയുടെ ക്ഷേത്രമായ മകരൻ രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ബന്ധുഗുണവും ബന്ധുസമാഗമവും പ്രതീക്ഷിക്കാം. ബന്ധുക്കളാൽ ഗുണാനുഭവങ്ങൾ വന്നുചേരും. സ്ത്രീകളുടെ സ്നേഹവും പിന്തുണയും ലഭിക്കും. പൊതുവെ തൊഴിൽ മേഖലയിൽ വളർച്ച അനുഭവപ്പെടും. കർമ്മരംഗത്ത് സമാധാനം ഉണ്ടാകും. കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾക്കായി വേണ്ടത്ര സമയം ലഭിച്ചേക്കില്ല. അന്യനാട്ടിലുള്ളവർ ജന്മനാട്ടിലെത്തി ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കും. ആഴ്ച അവസാന ദിവസങ്ങളിൽ അലച്ചിലിനും സാധ്യതയുണ്ട്. പണച്ചെലവും അധികരിച്ചേക്കും. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ ആദിത്യൻ ബന്ധുഗ്രഹമായ വ്യാഴത്തിൻ്റെ രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പൊതുവെ സ്വസ്ഥത അനുഭവപ്പെടും. മുൻ തീരുമാനങ്ങൾ നിർബാധം നടപ്പിലാക്കുവാൻ സാധിക്കും.
ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. ഉത്തരവാദിത്തങ്ങൾ അധികം ക്ലേശമില്ലാതെ പൂർത്തിയാക്കുവാൻ കഴിയും. സഹപ്രവർത്തകരുടെ പിന്തുണയുണ്ടാകും. വസ്തുതർക്കം സംബന്ധിച്ച നീക്കുപോക്കുകൾ സാധ്യമാകും. സംഘടനകളിൽ അംഗീകാരം ലഭിക്കുന്നതാണ്. ലോട്ടറിയിലും മറ്റു ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടം പ്രതീക്ഷിക്കാം. ചിങ്ങക്കൂറുകാർക്ക് ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളിലും കന്നിക്കൂറുകാർക്ക് ആഴ്ചയുടെ രണ്ടാം പകുതിയിലും ശാരീരിക ക്ലേശങ്ങൾ അനുഭവപ്പെടാം. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണാനുഭവങ്ങൾ മുന്നിട്ട് നിൽക്കുന്ന വാരമാണ്. കൃത്യനിഷ്ഠയോടെ പ്രവർത്തിക്കുവാൻ കഴിയും. ഔദ്യോഗിക ജീവിതത്തിൽ സംതൃപ്തി അനുഭവപ്പെടുന്നതാണ്. ബിസിനസ്സിലെ കിട്ടാക്കടങ്ങൾ കിട്ടിയേക്കും. പൊതുവെ മനസ്സമാധാനം അനുഭവപ്പെടും. ന്യായമായ ആവശ്യങ്ങൾ സ്വാഭാവികമായി തന്നെ നേടിയെടുക്കുവാൻ കഴിയും. സമൂഹത്തിൽ സ്വീകാര്യത വർദ്ധിക്കും. കർമ്മരംഗത്തും ഉയർച്ചയുണ്ടാകും. പൂജകളിലും മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കാനാവും. സാമ്പത്തിക രംഗം മെച്ചപ്പെടുന്നതാണ്. ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ അലച്ചിൽ ഉണ്ടായേക്കാം. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പലതരം അനുഭവങ്ങൾ വന്നുചേരും. ആത്മവിശ്വാസം വർദ്ധിക്കും. അവസരോചിതമായി പെരുമാറുവാൻ കഴിയും. അതിഥികളുടെ പ്രശംസ പിടിച്ചുപറ്റും. ശത്രുക്കളെ അവഗണിച്ച് മുന്നേറാനാകും. ആരുടെയും സഹായം തേടാതെ ഒറ്റയ്ക്ക് ലക്ഷ്യം നേടിയെടുക്കുവാൻ ശ്രമിക്കും. കുടുംബകാര്യങ്ങളിലും തൊഴിൽപരമായും ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതാണ്. സഹോദരങ്ങളുമായി അകൽച്ചയുണ്ടാകും. പ്രശ്നപരിഹാരത്തിന് സ്വയം മുൻകൈ എടുത്തേക്കില്ല. പുതിയ ബിസിനസ്സിൽ പങ്കാളിയെ തേടുന്നതാണ്. സ്ഥലവിൽപ്പന നീണ്ടുപോയേക്കും. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങളിലും ആശയക്കുഴപ്പങ്ങൾ അനുഭവപ്പെടും. പല ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം കിട്ടിയേക്കില്ല. സുഹൃത്തുക്കളുടെ വാക്കുകൾക്ക് വിശ്വസനീയത കുറയുന്നതാണ്. പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ വിഷമിക്കും. സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധ വേണം. സഹായ വാഗ്ദാനങ്ങൾ സാക്ഷാത്കരിക്കുക അത്ര എളുപ്പമായേക്കില്ല. ആഴ്ച പകുതി കഴിയുന്നതോടെ കാര്യങ്ങൾ ക്രമേണ മെച്ചപ്പെടുന്നതായിരിക്കും. ബിസിനസ്സുകാർക്ക് വലിയ ഓർഡറുകൾ ലഭിക്കാനിടയുണ്ട്. ഗ്രഹ നവീകരണത്തിന് വേണ്ട നടപടികൾ സ്വീകരിക്കും. കലാമത്സരങ്ങൾക്കുള്ള പരിശീലനം തീവ്രമാക്കേണ്ടി വരും. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബത്തിൻ്റെ ചില ഭാവി കാര്യങ്ങൾ കൂടിയാലോചനകളിലൂടെ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കഴിയും. നക്ഷത്രാധിപനായ വ്യാഴം വക്രഗതിയിൽ തുടരുന്നതിനാൽ മുൻപ് മനസ്സിലുണ്ടായിരുന്ന ആലോചനകൾ ഉപേക്ഷിച്ചേക്കും. സമൂഹത്തിലെ ആദരണീയരായ വ്യക്തികളെ സന്ദർശിക്കും. ശരിയായ വിശ്രമത്തിന് അവസരം ഉണ്ടാകും. ഇഷ്ടഭക്ഷണ യോഗമുണ്ട്. അന്യദേശത്ത് കഴിയുന്നവർ നാട്ടിൽ മടങ്ങിയെത്തി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ചില സമ്മർദ്ദങ്ങൾ ഉയരാനിടയുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ സ്വച്ഛതയും സമാധാനവും പ്രതീക്ഷിക്കാം. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് തിടുക്കത്തിലാകും. മുൻപിൻ നോക്കാതെ അവ നിർവഹിക്കുകയും ചെയ്യും. സഹപ്രവർത്തകരുടെ സഹകരണം വാക്കുകളിലൊതുങ്ങും. വ്യവഹാരങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതെ നോക്കണം. ദാമ്പത്യത്തിൽ അനുരഞ്ജനം അനിവാര്യമാകും. സാമ്പത്തിക കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചർച്ച വിജയം കാണും. പ്രണയികൾക്ക് സന്തോഷിക്കാനുള്ള സാഹചര്യം വന്നെത്തുന്നതാണ്. വാഹനയാത്രയിൽ നല്ല ശ്രദ്ധ പുലർത്തണം. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ബുധന് മൗഢ്യമില്ലാത്ത കാലമായതിനാൽ സങ്കീർണ വിഷയങ്ങളിൽ ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. 10ാം ഭാവാധിപനായ ആദിത്യൻ 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ തൊഴിലിൽ വളർച്ചയും സാമ്പത്തിക ലാഭവും ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾ അന്യദേശ പഠനത്തിന് വേണ്ട തയ്യാറെടുപ്പ് തുടങ്ങും. കൂട്ടു ബിസിനസ്സിൽ വ്യവസ്ഥകൾ പുതുക്കും. അപ്രസക്തമായ വിഷയങ്ങൾക്ക് ഊർജവും സമയവും ചെലവഴിക്കും. കുടുംബബന്ധം ദൃഢമാകുന്നതാണ്. സാഹിത്യകാരന്മാർക്ക് അനുകൂല സമയമാണ്. ഗവേഷണ രംഗത്ത് പുരോഗതി ഉണ്ടാകും. പൊതുവെ ഗുണകരമായ അനുഭവങ്ങൾ നിറഞ്ഞ വാരമായിരിക്കും.
മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമ്മർദ്ദങ്ങളെ പ്രതിരോധിക്കാൻ ഊർജവും സമയവും കുറച്ചധികം ചെലവഴിക്കേണ്ടി വരും. ആദിത്യൻ ജന്മരാശിയിൽ സഞ്ചരിക്കുകയാൽ ആലസ്യം അനുഭവപ്പെടുന്നതാണ്. തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ വിഷമിക്കും. ബന്ധുജനങ്ങളുമായി അകലം പാലിക്കും. ആഴ്ച രണ്ടാം പകുതിയോടെ മെച്ചപ്പെട്ട അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. കിട്ടാനുള്ള പണം തവണകളായി തിരികെ ലഭിക്കും. സമയോചിതമായി പ്രതികരിക്കും. സമനില കൈവിടാതെ സംസാരിക്കും. സാങ്കേതിക വിഷയങ്ങളിൽ അറിവ് നേടും. ഗാർഹിക അന്തരീക്ഷം അനുകൂലമായി തുടരുന്നതാണ്. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിത സാഹചര്യങ്ങൾ തൃപ്തികരമായിരിക്കില്ല. പരാതികളും പരിഭവങ്ങളും ഉണ്ടാകും. കാര്യങ്ങളുടെ വിജയത്തിന് സഹിഷ്ണുത പാലിക്കേണ്ടി വരും. കർമ്മനിരത ആശ്വാസകരമാകും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾ അല്പം കഠിനമാകുന്നതാണ്. അപ്രസക്ത വിഷയങ്ങൾ സമയം ശക്തിയും നഷ്ടപ്പെടുത്തും. രണ്ടാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ കലാവിഷയങ്ങളിൽ വിജയിക്കാൻ സാധിക്കും. സാമ്പത്തികം അത്ര മോശമാകില്ല. ന്യായമായ കാര്യങ്ങൾ തടസ്സം കൂടാതെ പൂർത്തിയാക്കുവാൻ സാധിച്ചേക്കും. ഊഹക്കച്ചവടത്തിൽ കരുതൽ വേണം. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ഒരു ഉന്മേഷക്കുറവ് അനുഭവപ്പെടും. സമയനിഷ്ഠ പാലിക്കാൻ കഴിഞ്ഞേക്കില്ല. മേലധികാരികളുടെ വിരോധത്തിന് പാത്രമാകുന്നതാണ്. പുതിയ സംരംഭങ്ങളിൽ ഉയർച്ച മെല്ലെയായിരിക്കും. ചെലവുകൾക്ക് നിയന്ത്രണം ഉണ്ടാകില്ല. പ്രതികരണങ്ങളിൽ മിതത്വം പാലിക്കുന്നത് നന്നായിരിക്കും. അന്യദേശത്തിൽ കഴിയുന്നവർക്ക് നാട്ടിലേക്ക് വരാൻ സാഹചര്യമുണ്ടാകും. തീർത്ഥാടനത്തിന് അവസരം ലഭിക്കും. ദൈവിക സമർപ്പണം സാധ്യമാകും. ഭൗതിക വിനോദങ്ങളിൽ സന്തോഷം കണ്ടെത്തും. കുടുംബാംഗങ്ങളെ ഒത്തൊരുമിച്ച് നിർത്തുന്നതിൽ വിജയിക്കുന്നതാണ്. തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മഗുണമുള്ള വാരമാണ്. പ്രവൃത്തികളിൽ ശോഭിക്കുവാൻ കഴിയും. വിഷയത്തിൻ്റെ ഗൗരവവും മർമ്മവും കണ്ടറിഞ്ഞ് പെരുമാറുവാനാകും. സഹപ്രവർത്തകരുടെ സംശയങ്ങൾ ആധികാരികമായി പരിഹരിച്ചു കൊടുക്കുവാൻ സന്നദ്ധതയുണ്ടാകും. പാരമ്പര്യ തൊഴിലുകളിൽ വിജയിക്കുന്നതാണ്. കുടുംബജീവിതം ഭദ്രമായി തുടരും. ഭോഗസുഖം ലഭിക്കും. ഇഷ്ടവസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കാനിടയുണ്ട്. സുഹൃത്ത് ബന്ധങ്ങൾ ദൃഢമാകും. ചിട്ടി, ഊഹക്കച്ചവടം, ലോട്ടറി ഇവയിൽ നിന്നും ആദായമുണ്ടാകും. പ്രണയാനുഭവങ്ങൾ സന്തോഷകരമാകും. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ലൗകികമായ കാര്യങ്ങൾ ഉത്സാഹത്തോടെ നിർവഹിക്കുവാൻ കഴിയും. ഔദ്യോഗിക കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടാകും. ന്യായമായ ആഗ്രഹങ്ങൾ നേടാനാവും. തടസ്സങ്ങളെ അതിജീവിക്കും. മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും ശോഭിക്കും. തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിച്ചേക്കും. കുംഭക്കൂറുകാർക്ക് അംഗീകാരമോ അവാർഡോ പ്രഖ്യാപിക്കപ്പെടും. വ്യവഹാരങ്ങളിൽ അനുകൂലമായി തീർപ്പ് ഉണ്ടാകുന്നതാണ്. മകരക്കൂറുകാർക്ക് കാര്യസാധ്യത്തിന് അലച്ചിലുണ്ടാകും. രക്ഷകർത്താക്കളുമായുള്ള ബന്ധത്തിൽ ഉലച്ചിലുണ്ടാകും. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദർശത്തെയും പ്രായോഗികതയും സമന്വയിപ്പിച്ചായിരിക്കും പ്രവർത്തനം. അറിയാത്ത കാര്യങ്ങൾ അറിയില്ലെന്ന് പറയാനുള്ള ആർജവമുണ്ടാകും. ചില നിലപാടുകൾ എതിർക്കപ്പെടും. എങ്കിലും കളം മാറ്റി ചവിട്ടാൻ തയ്യാറാകില്ല. ഉദ്യോഗസ്ഥർക്ക് തൊഴിൽരംഗത്ത് സമാധാനമുണ്ടാകും. ഏറ്റെടുത്ത ദൗത്യങ്ങൾ കൃത്യനിഷ്ഠയോടെ പൂർത്തിയാക്കും. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കുന്നതാണ്. സുഹൃത്തുക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈയെടുക്കും. ദാമ്പത്യബന്ധം ദൃഢമാകുന്നതാണ്. രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് ആശ്വാസം അനുഭവപ്പെടും. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തീരുമാനങ്ങൾ വേഗത്തിൽ കൈക്കൊള്ളുകയും നടപ്പിലാക്കുകയും ചെയ്യും. ഒപ്പമുള്ളവരുടെ അഭിപ്രായം സ്വീകരിച്ചേക്കില്ല. സംരംഭങ്ങൾക്ക് ഉപഭോക്താക്കളുടെ അംഗീകാരം നേടും. വ്യാപാര തന്ത്രങ്ങൾ വിജയം വരിക്കും. ഉദ്യോഗസ്ഥർക്ക് ഉയർച്ചയും നേട്ടവും ഉണ്ടാകും. രാഷ്ട്രീയ സ്വാധീനത്തിലൂടെ ചില നേട്ടങ്ങൾ വന്നെത്തും. കരാറുകൾ പുതുക്കി ലഭിക്കും. സാമ്പത്തിക നിക്ഷേപങ്ങളിൽ കരുതൽ വേണം. ഭൂമി വ്യാപാരത്തിന് ഉചിതമായ സന്ദർഭമാണിത്. സന്താനങ്ങളുടെ ഉപരിപഠന കാര്യത്തിൽ ചെറിയ ആശയക്കുഴപ്പം ഉണ്ടാകും. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും അനുഭവപ്പെടും. യാത്രകൾ കൊണ്ട് പ്രതീക്ഷിച്ച ഫലം ലഭിക്കും.
ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സുഗമമായ പല കാര്യങ്ങളും ദുർലഭമായേക്കും. കാര്യസാധ്യത്തിന് അത്യധ്വാനം വേണ്ടി വരുന്നതാണ്. ചിലരുടെ ഉപദേശം വഴിതെറ്റിക്കാനിടയുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ പ്രത്യേകമായ കരുതൽ വേണം. സാമ്പത്തിക രംഗം പുഷ്ടി പ്രാപിക്കും. പ്രതീക്ഷിച്ച ധനം കൈവശം എത്തിച്ചേരുന്നതാണ്. ലോൺ അടവുകൾക്ക് മുടക്കം വരില്ല. സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ ശുഭതീരുമാനം ആകും. അയൽബന്ധങ്ങളിൽ വിള്ളൽ വരാതെ നോക്കണം. സ്വന്തം അഭിപ്രായം കുടുംബാംഗങ്ങളെ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നത് അലോരസമുണ്ടാക്കും. പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുനരാലോചനകളിലൂടെ സമുചിതമായ തീരുമാനങ്ങളിൽ എത്തിച്ചേരുവാൻ കഴിയും. കുടുംബകാര്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുന്നതാണ്. പൊതുപ്രവർത്തന രംഗത്ത് സമ്മിശ്രമായ പ്രതികരണം വന്നുചേരും. സന്താനങ്ങളുടെ ആവശ്യം മുൻനിർത്തി അവധിക്കാല യാത്രകൾ ആസൂത്രണം ചെയ്യും. അക്ഷരശ്ലോക സദസ്സുകളിൽ പങ്കെടുക്കും. പ്രശ്നോത്തരി, പദപ്രശ്നം, ഗ്രന്ഥവായന തുടങ്ങിയ ഭൗതിക കാര്യങ്ങൾക്ക് സമയം നീക്കിവെക്കും. വ്യാപാര സ്ഥാപനത്തിന് സർക്കാരിൽ നിന്നും അനുമതി ലഭിച്ചേക്കും. നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുന്നതാണ്. ബന്ധുക്കളുടെ നിർലോഭമായ പിന്തുണ പ്രതീക്ഷിക്കാം. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.